ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ബീഫിൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്, കറിച്ചട്ടി ബീഫ്. അപ്പോൾ ആദ്യം കഴുകി വൃത്തിയാക്കിയ ബീഫാണ് വേണ്ടത്. ഞങ്ങളൊരു 1/2 കിലോ ബീഫാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു സ്പെഷ്യൽ മസാല ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു ജാറിൽ കുറച്ച് ഗാർലിക്, 4 ചെറിയ കൊച്ചുള്ളി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി, പിന്നെ ഒരു 4 പച്ചമുളക്, ഒരു മീഡിയം സൈസ് പച്ചമുളക് 4 ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ജീരകം, പിന്നെ ബ്ലാക്ക് പെപ്പർ പൗഡർ, അതൊരു ടീസ്പൂണാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വെള്ളം ചേർക്കാതെ ഇതുപോലൊരു പേസ്റ്റ് ആക്കി അടിച്ചെടുക്കുക. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ പേസ്റ്റ്. ഇനി ചട്ടി അടുപ്പത്ത് വെക്കുന്നു. ഞങ്ങൾ കറിച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇതിലേക്ക് നെയ്യ്, കുറച്ച് നെയ്യ്, പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇതിലേക്ക് 1 ടീസ്പൂൺ ടർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. ഇനി ഇതിലേക്ക് മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സ്പെഷ്യൽ പേസ്റ്റ് ഒരു 3 ടീസ്പൂൺ ആണ് ഞങ്ങൾ ആഡ് ചെയ്തേക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പെരിഞ്ജീരകം ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഉലുവ ആഡ് ചെയ്തു, പിന്നെ മീഡിയം സൈസ് 2 തക്കാളി. ഇടത്തരം തക്കാളിയാണ് ഞങ്ങൾ എടുത്തത്. പിന്നെ ഇതിലേക്ക് 3 വലിയ സവാള ആഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ മുകളിലായിട്ട് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഏറ്റവും മുകളിലായിട്ട് കുറച്ച് നെയ്യും ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് മൂടി വെച്ച് കുറച്ചു നേരം വേവിക്കുക. ഒരു 1 മിനിറ്റ് ഒന്ന് വെന്ത് കഴിയുമ്പം ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ മസാലകളെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. മസാലകളെല്ലാം ബീഫിൽ നന്നായിട്ട് പിടിക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇത് മൂടി വെക്കുക. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം. കണ്ടില്ലേ, നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല, പക്ഷെ ബീഫിൽ നിന്ന് നന്നായിട്ട് വെള്ളം എല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ കിടന്ന് ബീഫ് വെന്തോളും. എക്സ്ട്രാ വെള്ളം ഒന്നും ആവശ്യമില്ല. കണ്ടോ? ഇനി നമ്മളിതിലേക്ക് താളിച്ചൊഴിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു 4-5 കൊച്ചുള്ളി ആഡ് ചെയ്തു. പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കുക. ഈ ഒരു പരുവാകുന്നത് വരെ നന്നായിട്ട്, ബ്രൗൺ ഷെയ്ഡ് വരുന്നത് വരെ നന്നായിട്ട് മൂപ്പിക്കുക. ഈ താളിച്ച് വെച്ചേക്കുന്നത് ബീഫിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം.
നല്ല മണമാണ് ഇതിൽ നിന്ന് വരുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ല ചൂടൻ ആൻഡ് ടേസ്റ്റി കറിച്ചട്ടി ബീഫ് ഇവിടെ റെഡിയാക്കുന്നു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.